പൊതുവിൽ ആരാധനാലയങ്ങളിൽ ആൾ പോകുന്നു, ഉത്സവത്തിന് പോകുന്നു. അതൊന്നും ഇപ്പോൾ പാർട്ടി തടഞ്ഞിട്ടില്ല. ആരാധനാലയങ്ങളുള്ള സമീപനം നിഷേധാത്മകമായ നിലപാടല്ല. പക്ഷെ പാർട്ടി മെമ്പർമാർ അവർക്കത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല. പാർട്ടി മെമ്പർമാർ പാർട്ടി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അവർ മാത്രമാണ് ആരാധനാലയങ്ങളുടെ ഭാരവാഹികളാകാൻ പാടില്ല. പാർട്ടി അനുഭാവികളാരെങ്കിലും ആകുന്നത് ഞങ്ങൾ തടയുന്നില്ല. വിശ്വാസികൾക്ക് ഒരാൾ വിശ്വാസമായ ഒരാൾ വിശ്വാസിയാണോ അല്ലോ എന്ന് ചോദിച്ച് ഭരണഘടനയിൽ ചോദിച്ചിട്ടല്ല പാർട്ടി മെമ്പർഷിപ്പിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ ആളായിട്ട് മാറണം. അത് പാർട്ടിയിൽ വന്നതിന് ശേഷം വരുന്നൊരു കാര്യമാണ്. പാർട്ടി മെമ്പർമാരാരും ജാതിമത സംഘടനകളിൽ പ്രവർത്തിക്കാൻ പാടില്ല. പരിശോധനയിൽ ചില സ്ഥലത്തെങ്കിലും ചില പാർട്ടി മെമ്പർമാർ ഇത്തരത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം സഖാക്കളോട് അത് സംഘടനകളുമായുള്ള ബന്ധം പാർട്ടി മെമ്പർമാർ എന്നുള്ള നിലയിൽ ബന്ധപ്പെടാൻ പാടില്ല എന്നത് കർശനമായി നടപ്പിലാക്കണം. ഇത്തരത്തിൽ പാർട്ടി സഖാക്കളെ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയെങ്കിലും കുറേയധികം സഖാക്കളുള്ള മെമ്പർമാരുള്ള പാർട്ടിയാക്കിയിട്ട് മാറ്റിയാൽ പോരാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായൊരു പാർട്ടിയാണ്. ആ വ്യത്യസ്തത പ്രവർത്തനത്തിൽ കാണാൻ കഴിയണം ജനങ്ങൾക്ക്. അത് കാണാൻ കഴിയണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരായിരിക്കും. എല്ലാവിധ അന്യവർഗ ചിന്താഗതികളിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാർ മോചനം നേടണം. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം ഒരു കാരണവശാലും പാർട്ടി വെച്ചു പൊറുപ്പിക്കില്ല. ആരാധനാലയങ്ങളുടെ ഭാരവാഹി സ്ഥാനം പാർട്ടി മെമ്പർമാർ ഏറ്റെടുക്കാൻ പാടില്ല. എന്നാൽ ആരാധനാലയങ്ങളോട് CPM-ന് ശത്രുതാപരമായ നിലപാടല്ല. കാരണം ആരാധനാലയങ്ങളിൽ പോകുന്നവരിൽ വലിയൊരു വിഭാഗം CPM-നോട് അനുഭാവമുള്ളവരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ വർഗീയ തീവ്രവാദ ശക്തികളുടെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. വർഗീയ തീവ്രവാദ ശക്തികളിൽ നിന്ന് ആരാധനാലയങ്ങൾ മോചിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് അവിടെ നടത്തേണ്ടത്. അതിൽ പാർട്ടി മെമ്പർമാർ പോയി ഭാരവാഹിയാവുകയല്ല. ഇപ്പോൾ ഒരു വിശ്വാസിയായിട്ടൊരാൾ, ഒരു പുരോഹിതൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. പുരോഹിതനും പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കും. പക്ഷെ പാർട്ടി തീരുമാനത്തിന് വിധേയമായിട്ട് അയാൾ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആൾക്ക് മാത്രമേ പാർട്ടിയിൽ തുടരാൻ സാധിക്കുള്ളൂ. ഒരാൾ വിശ്വാസമായ ഒരാൾ വിശ്വാസിയാണോ അല്ലോ എന്ന് ചോദിച്ച് ഭരണഘടനയിൽ ചോദിച്ചിട്ടല്ല പാർട്ടി മെമ്പർഷിപ്പിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന്റെ ആളായിട്ട് മാറണം. ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസം. ഇതാണ് യഥാർത്ഥ മാർക്സിസം. അവർ മതത്തിനെതിരാണ്. മതവിശ്വാസികൾക്ക് അതിൽ അംഗങ്ങളാവാൻ പാടില്ല എന്നത് വളരെ വ്യക്തമായി അവരുടെ അന്താരാഷ്ട്ര നേതാക്കളും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നേതാക്കളുമൊക്കെ വ്യക്തമാക്കിയ കാര്യമാണ്. പക്ഷെ നമുക്കറിയാം, മതവിശ്വാസികളായ ധാരാളം ആളുകൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. മതത്തോട് ഒരു വലിയ യുദ്ധമൊന്നും നമ്മുടെ നാടുകളിലൊന്നും ഈ സമീപ കാലഘട്ടങ്ങളിലൊന്നും കാണുന്നില്ല. പണ്ട് കാലത്തുണ്ടായതുപോലെയുള്ള സംഘടനകളൊന്നും കാണുന്നില്ല. അത് മതവിശ്വാസികളെ ഉൾക്കൊള്ളാൻ മാത്രം മാർക്സിസവും അതേപോലെ തന്നെ കമ്മ്യൂണിസവും വിശാലമായതുകൊണ്ടാണ് എന്നാണ് ചില ആളുകൾ ധരിച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, കമ്മ്യൂണിസത്തിന് സമൂഹത്തിൽ, ആ ആദർശത്തിന് സമൂഹത്തിൽ വേര് ലഭിക്കണമെങ്കിൽ മതത്തോടുള്ള തുറന്ന യുദ്ധപ്രഖ്യാപനം അവർക്ക് ഉപകാരപ്പെടുകയില്ല. കാരണം മഹാഭൂരിപക്ഷം ആളുകളും മതവിശ്വാസികളാണ്. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു, മതവേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു, മതാചാര്യന്മാരിൽ വിശ്വസിക്കുന്നു. അവർക്കെതിരിലൊക്കെയുള്ള ഒരു തുറന്ന സമരപ്രഖ്യാപനം നാം വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കുകയില്ല. അത് വിപരീത ഫലം മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ മതത്തിനെതിരിലുള്ള സംഘട്ടനത്തിന്റെ ശക്തി ഒന്ന് കുറയ്ക്കണമെന്നും മറിച്ച് അവരറിയാത്ത രൂപത്തിൽ മെല്ലെ മെല്ലെ അവരിലേക്ക് മതത്തിനെതിരായിട്ടുള്ള, ദൈവത്തിനെതിരായിട്ടുള്ള വിശ്വാസങ്ങളെ കടത്തി വെക്കാമെന്നുമാണ് യഥാർത്ഥത്തിൽ അവർ വിചാരിച്ചത്. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, അവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ വിപ്ലവം നടപ്പിലാക്കാൻ കേവലം ദൈവനിഷേധികൾ വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. ആ കുറഞ്ഞ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നടക്കുകയില്ല. അപ്പോൾ എന്ത് വേണം? മതവിശ്വാസികളെ കൂടി കൂട്ടുപിടിച്ച് അവരുടെ കൂടി ശക്തിയും ബുദ്ധിയും സാമ്പത്തികവും ശാരീരികവുമായ അവരുടെ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടേതായ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യവും ആ ആദർശത്തിനുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മതവിശ്വാസികളോടുള്ള ഒരു മയമുള്ള സമീപനം പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഞാൻ എൻ്റെ വക പറയുന്നതല്ല.
മറിച്ച് ദി ABC ഓഫ് കമ്മ്യൂണിസം എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ബട്ട് ദി ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ദ ബാക്ക്വേർഡ്നെസ് ഓഫ് ദി മാസസ് ഇൻ ദിസ് മാറ്റർ ഓഫ് റിലീജൻ. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് മതവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അറിവില്ലായ്മ, ആ അറിവില്ലായ്മക്കെതിരിലുള്ള നമ്മളുടെ ക്യാമ്പയിൻ അത് എങ്ങനെയേ നടപ്പിലാക്കാൻ പാടുള്ളൂ? മസ്റ്റ് ബി കണ്ടക്റ്റഡ് വിത്ത് പേഷ്യൻസ് ആൻഡ് കൺസിഡറേറ്റ്നെസ്. വളരെ ക്ഷമയോടുകൂടിയും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടും മാത്രമേ മതത്തിനെതിരിലുള്ള നമ്മളുടെ ക്യാമ്പയിൻ നടത്താവൂ എന്നാണ്. കാരണം എന്താണ്? ആസ് വെൽ ആസ് വിത്ത് എനർജി ആൻഡ് പെർസിവറൻസ്. വളരെയധികം ശക്തിയും എനർജിയും ശ്രദ്ധയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം മതത്തിനെതിരിൽ നമ്മൾ നീങ്ങേണ്ടത്. കാരണം ദി ക്രെഡുലസ് ക്രൗഡ് ഈസ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു എനിത്തിങ് വിച്ച് ഹേർട്സ് ഇറ്റ്സ് ഫീലിംഗ്. കാരണം ക്രൗഡ്, പൊതുജനത മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വളരെ സെൻസിറ്റീവാണ്. അവരുടെ ഫീലിംഗ് അത് വേഗം ഹേർട്ട് ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നാം മതത്തിനെതിരിൽ അവരോട് സംസാരിക്കരുത്. പിന്നെയോ ടു ത്രസ്റ്റ് എത്തിസം അപ്പോൺ ദി മാസസ്. നിരീശ്വരവാദം ജനങ്ങളുടെ മേൽ കൊണ്ടുവരണമെങ്കിൽ and in conjunction therewith to interfere forcibly with the religious practices and to make mock of the objects of popular reverence would not assist but would hinder the campaign against religion. മതത്തിനെതിരിലും അതേപോലെ തന്നെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയുമൊക്കെ നമ്മൾ നിർബന്ധിതപൂർവം വിമർശിക്കുകയും പരിഹസിക്കുകയും അതിനെതിരിൽ രംഗത്ത് വരികയും ചെയ്താൽ നാം വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരിക്കും ഫലമുണ്ടാവുക. അപ്പോൾ നമ്മൾ വിചാരിച്ച ലക്ഷ്യം നടക്കുകയില്ല. അപ്പോൾ നാം വിചാരിച്ച ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ നാം മതത്തെ മെല്ലെയെല്ലാം സോപ്പിട്ടുകൊണ്ടും മെല്ലെ മെല്ലെ അവരിലേക്ക് നിരീശ്വരവാദം കൊണ്ടുവരികയാണ് വേണ്ടത്. ഒറ്റയടിക്ക് പറഞ്ഞാൽ ആളുകൾ നമ്മെ തള്ളിക്കളയും. കാരണം മഹാഭൂരിപക്ഷവും അവർ സെൻസിറ്റീവാണ്, മതത്തിൽ വിശ്വാസമുള്ളവരാണ്, അവരുടെ ഫീലിങ്ങുകൾക്ക് മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു വിപരീത ഫലം ഇല്ലാതിരിക്കുവാൻ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ആചാര്യന്മാർ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മതവിശ്വാസികളോടോ അതേപോലെയുള്ള ആളുകളെ തങ്ങളുടെ കൂടെ ചേർത്തുകൊണ്ടോ കമ്മ്യൂണിസവും മാർക്സിസവും അതിന്റെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതൊരിക്കലും മതത്തോടുള്ള അവരുടെ സമീപനത്തിലുണ്ടായിട്ടുള്ള മാറ്റം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവർ സ്വീകരിച്ചിട്ടുള്ള ഒരു നയ നടപടിയാണ് അത് എന്നാണ് അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം കമ്മ്യൂണിസത്തിനും മാർക്സിസത്തിനും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് ഒന്ന് ഭൗതികവാദം, അത് മതത്തിനെതിരാണ്. രണ്ടാമത്തത് ബൂർഷകൾക്കെതിരെയുള്ള സമരം. ബൂർഷാസികളായ ആളുകൾ ആയുധമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു താൽക്കാലിക സംഭവമാണ് മതമെങ്കിൽ പിന്നെ അതിനെതിരിൽ പോരാടുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, വിശ്വാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഒരു ആദർശം എന്നുള്ള നിലക്ക്, ഒരു ഐഡിയോളജി എന്നുള്ള നിലക്ക് കമ്മ്യൂണിസവും മാർക്സവും ഒരു യഥാർത്ഥ മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ആ വിഷയം മെറ്റീരിയലിസത്തെയും അതേപോലെയുള്ള വിഷയങ്ങളെയും മുഖ്യ അജണ്ടയായി കരുതുന്ന പാർട്ടികളിൽ അംഗങ്ങളാകുവാനോ അതിൽ പ്രവർത്തിക്കുവാനോ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടുള്ള കാര്യമല്ല. കാരണം അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നു. ഒരു വിശ്വാസിക്ക് അതൊരിക്കലും അംഗീകരിക്കാനോ ഇഷ്ടപ്പെടാനോ കഴിയില്ല. പ്രവാചകന്മാരെ നിരാകരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കള്ളനാണ്. ശരിക്കും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബൂർഷകളായ ആളുകൾ ആയുധമാക്കിയ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുത്ത വ്യക്തിയാണ് മുഹമ്മദ് നബി എന്ന് മാത്രമല്ല സകല പ്രവാചകന്മാരും. കാരണം അവരൊക്കെ മതം പറഞ്ഞവരാണ്. മതം എന്നത് തന്നെ ചൂഷണോപാധിയാണെങ്കിൽ തന്നെ ഈ വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും മഹാപണ്ഡിതന്മാരും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങളും എല്ലാം തന്നെ ജനങ്ങൾക്ക് അയഥാർത്ഥമായ ഹാപ്പിനെസ് നൽകുന്നതാണ്. അവരെ റിയൽ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതൊക്കെ ഇല്ലാതെയാവണം എന്നാണ്. ഇങ്ങനെയുള്ള ഒരു തത്വത്തെ, ഒരു ആദർശത്തെ, അതിൻ്റെ ആദർശം നടപ്പിലാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങളെ അതിനെ അംഗീകരിക്കുവാനോ അതിൽ ഭാഗവാക്കാവുവാനോ യഥാർത്ഥ മുസ്ലിമുകൾക്ക് പാടില്ല. എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അതൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ആളുകൾ തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ LDF UDF സംസാരവുമല്ല നടന്നത്. എന്നാൽ കമ്മ്യൂണിസവും മാർക്സിസവും അവർക്ക് മതത്തോടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ
തീർച്ചയായും ആ പ്രസ്ഥാനങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനം ബുദ്ധിയുള്ള മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ള നിലക്കാണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.